അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. സഹോദരന്മാരെ, സൂറത്തു നൂറിലെ നമ്മൾ തുടർന്നു വരുന്ന പഠന ക്ലാസ്സാണ്. അതിലെ 63-ാമത്തെ വചനമാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്. അതിൻ്റെ മുമ്പ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ, പാരായണ നിയമങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒന്ന്, ദുആ, അവിടെ 4 മുതൽ 6 ഖദർ വരെ നീട്ടണം. കാരണം അത് മദ് മുത്തസ്സിലാണ് എന്ന് നമുക്കറിയാം. കദുആഇ, അതും അതേപോലെ തന്നെയാണ്. പിന്നെ ബാളിക്കും ബഅള, അവിടെ ഇഖ്ഫാ ചെയ്യാണ് വേണ്ടത്. സാക്കിനായ മീമിൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. അപ്പം ബാളിക്കും ബഅള. പിന്നെ മിൻകും, അവിടെ ആ നൂനിനെയും സാക്കിനായ നൂനിനെ ഇഖ്ഫാ ചെയ്യാണ് വേണ്ടത്. പിന്നെ അൻ അംരിഹി, ആ സാക്കിനായ നൂനിനെ പിന്നെ ഇൽഹാർ ചെയ്യാണ് വേണ്ടത്. കാരണം അത് ഖതഅൻ്റെ ഹംസയാണ് അതിൻ്റെ ശേഷം വരുന്നത്, ഹംസയാണ് അതിൻ്റെ ശേഷം വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇൽഹാറിൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ് ഹംസ. അൻ തുസീബഹും, ആ നൂനിനെ പിന്നെ ഇഖ്ഫാ ചെയ്യണം. ഫിത്നത്തുൻ എന്നുള്ള ലമ്മ് തൻവീനിനെ അവിടെ ഇൽഹാർ ചെയ്താൽ മതി. അവിടെ ഫിത്നത്തുൻ എന്നൊന്നും പറയാൻ പോവണ്ട. അവിടെ ഓതേണ്ടത് ഫിത്നത്തുൻ ഔ, ഫിത്നത്തുൻ ഔ. പിന്നെ ഐ ഔ യുസീബഹും, അവിടെ ആ മീമിനെയും ഇൽഹാർ ചെയ്താൽ മതി. അദാബുൻ, ആ ലമ്മ് തൻവീനെയും ഇൽഹാർ ചെയ്യുക. അലിയും നിങ്ങൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ 4 മുതൽ 6 ഖദർ വരെ നീട്ടി ഉച്ചരിക്കുക. ഇതൊക്കെയാണ് പ്രാഥമികമായി അതിലെ തജ്വീദ് നിയമങ്ങൾ. ഇനി അതിൻ്റെ ആശയം, അർത്ഥം ഇങ്ങനെയാണ്. ലാ തജ്അലു ദുആ റസൂലി ബൈനക്കും കദുആഇ ബാദിക്കും ബഅള, നിങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിളിയെ നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ ആക്കി തീർക്കരുത്. ഖദ് യഅലമുല്ലാഹു അല്ലദീന യതസല്ലലൂന മിൻകും ലിവാദ, ഒരാൾ മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ മറപിടിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഊരിച്ചാടുന്നവരെ അള്ളാഹു അറിയുന്നുണ്ട്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. അതിന് ധിക്കാരം പ്രവർത്തിക്കുന്നവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. എന്തൊക്കെയാണ്? അൻ തുസീബഹും ഫിത്ന, ഫിത്ന അവർക്ക് ബാധിക്കുന്നതിനെയും ഔ യുസീബഹും അദാബുൻ അലീം, പിന്നെ വേദനാജനകമായ നോവേറിയ ശിക്ഷ അവർക്ക് ബാധിക്കുന്നതിനെയും ഫിത്ന ഭവിക്കുന്നതിനെയും അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നതാണ്. സഹോദരന്മാരെ, ലാ തജ്അലൂ ദുആ റസൂൽ എന്ന ആ കൽപ്പന, പിന്നെ നഹീൻ്റെ സീഗ
അത് വുജൂബിനുള്ളതാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരെ കാണാം. എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ് ഈ പറയുന്ന കാര്യം ജീവിതത്തിൽ പകർത്തൽ എന്നർത്ഥം. അപ്പോൾ ലാ തജ്അലു ദുആ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിളിയെ നിങ്ങൾ ആക്കരുത്, അല്ലെങ്കിൽ പിന്നെ ആക്കി തീർക്കരുത്, ബൈനക്കും നിങ്ങൾക്കിടയിൽ. ഇവിടെ സഹോദരന്മാരെ ചിന്തിക്കാനുള്ളൊരു വിഷയം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിളി എന്നുള്ളതിന് ഇവിടെ ഉപയോഗിച്ചിട്ട് ദ്വാ എന്നാണ്. ഇവിടെ ദഅ യദ്ഉ എന്ന് പറയുമ്പോൾ വിളി എന്ന അർത്ഥത്തിനും അത് ഉപയോഗിക്കും, പ്രാർത്ഥന എന്ന അർത്ഥത്തിനും ദുആ തന്നെയാണ് പറയാറുള്ളത്. ദഅ എന്നുള്ളതിൻ്റെ മസ്തറാണ്, ദഅ യദ്ഉ എന്നുള്ളതിൻ്റെ ക്രിയാധാതുവാണ് ദുആ എന്ന് പറയുന്നത്. അതിന് ഭാഷയിൽ വിളി എന്നും പ്രാർത്ഥന എന്നുമൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ആ ദുആ എന്നുള്ള പദത്തെ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ഇളാഫത്ത് ചെയ്ത് പറഞ്ഞതാണ്. ദുആ എന്നുള്ള പദം ക്രിയാധാതുവാണ്, അറബിയിൽ മസ്തർ എന്ന് പറയും. അപ്പോൾ ക്രിയാധാതുവിനെ ഒരാളിലേക്ക് ചേർത്തി പറയുമ്പോൾ ഇളാഫത്ത് ഫായിലാവാനും സാധ്യതയുണ്ട്, അഥവാ അല്ലെങ്കിൽ മഫ്ഊലിൻ്റെ അർത്ഥം വരാനും സാധ്യതയുണ്ട്. അപ്പം ഒരു മസ്തറിനെ ഒരു കാര്യത്തിലേക്ക് ചേർക്കുമ്പോൾ അവിടെ രണ്ടർത്ഥം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അറബി പറയാറുള്ളത്. ദുആ എന്ന ആ മസ്തറിനെ ഫായിലിലേക്ക് ചേർത്തിയും പറയും. ഫായിലാവുമ്പോഴും മഫൂലാവുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശം. ഈ ഫായിൽ എന്ന് പറയുന്നത് എന്താ സഹോദരന്മാരെ? ആക്ഷൻ ചെയ്യുന്ന ആൾ, ആക്ഷൻ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് കാത്തിബ്, എഴുതി, കതബ എന്ന് പറഞ്ഞാൽ എഴുതി, കാത്തിബ് പറഞ്ഞാൽ എഴുതുവന, ആ എഴുത്ത് എന്ന പ്രവൃത്തി ചെയ്യണ ആൾ. പിന്നെ മഫൂൽ എന്ന് പറയുന്നതോ ആ പ്രവൃത്തി ലഭിച്ച ആൾ, അത് കിട്ടിയ ആൾ, അതാണ് മക്തൂബ്. ഇപ്പം കാത്തിൽ കൊല ചെയ്യുന്നവൻ, ഘാതകൻ, മക്തൂൽ കൊല്ലപ്പെട്ടവൻ. ഇതാണ് ഫായിലും മഫൂലും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമ്മുടെ വിഷയം ഈ മസ്തറിനെ ഇതാണ് നിയമം, ഏതൊരു മസ്തറിനെയും ഫായിലിലേക്കും മഫ്ഊലിലേക്കും ചിലപ്പോൾ മസ്തറാകുമ്പോൾ അതിൻ്റെ ഫായിലേക്ക് ഇളാഫത്ത് ചെയ്ത അർത്ഥം ഉദ്ദേശിക്കും, മഫ്ഊലിലേക്ക് ഇളാഫത്ത് ചെയ്ത അർത്ഥവും ഉദ്ദേശിക്കും. ഇളാഫത്ത് എന്ന് പറയുന്നത് ചേർക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് കലമു ജെയ്ദിൻ്റെ പേന എന്ന് പറയുമ്പോൾ ആ കലമിനെ ജെയ്ദിലേക്ക് ചേർത്ത് ഇളാഫത്ത് ചെയ്ത് പറഞ്ഞാൽ, ഇതേപോലെ ദുആ ഉർ റസൂൽ എന്ന് പറയുമ്പോൾ ആ റസൂൽ അവിടെ ഫായിലാണോ, ആ റസൂൽ അവിടെ മഫ്ഊലാണോ? അതാണ് വ്യത്യാസം. രണ്ട് അർത്ഥം പറഞ്ഞ മുഫസ്സിറുകളെയും കാണാം. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം സഹോദരന്മാരെ? വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കുട്ടൻസ് കിട്ടുള്ളൂ. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ദുആ ഉർ റസൂൽ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്താകുന്ന നമ്മെ വിളിച്ചു എന്ന അർത്ഥവും, അല്ലെങ്കിൽ മഫ്ഊലിലേക്ക് ചേർത്തി പറയുമ്പോൾ ഉമ്മത്താകുന്ന നമ്മൾ മുഹമ്മദ് നബിയെ വിളിച്ചു എന്ന അർത്ഥവും, രണ്ടർത്ഥവും അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്നുകൂടി പറയാം. ദുആ ഉർ റസൂൽ എന്ന് പറയുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വിളിച്ചു എന്ന അർത്ഥവും, അതേപോലെ തന്നെ നമ്മൾ നബിയെ വിളിച്ചു എന്ന അർത്ഥവും, രണ്ടും ആ ഒരു മസ്തറിനെ ഇളാഫത്ത് ചെയ്ത് പറയുമ്പോൾ ഈ രണ്ടർത്ഥവും അവിടെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതാണ് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ അർത്ഥപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മസ്തറിനെ ഫായിലേക്ക് ഇളാഫത്ത് ചെയ്തു പറഞ്ഞു എന്ന അർത്ഥമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെയോ തൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലെയും എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചിട്ട് അത് വിളി കേൾക്കാതിരുന്ന അതിനെ അവഗണിക്കാൻ നമുക്ക് അവകാശമില്ല, അവഗണിക്കാൻ പാടില്ല. അത് ഒരു മുസ്ലിമിൻ്റെ അദബിൽപ്പെട്ടതല്ല എന്നർത്ഥം. രണ്ടാമത് അർത്ഥം വരുന്നത് എങ്ങനെയാണ്? മുഹമ്മദ് നബിയെ നമ്മൾ വിളിക്കുക എന്ന് പറയുന്നത്
മുഹമ്മദ് നബിയെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ചില ആദരവ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതവുണ്ടാവണം. യാ മുഹമ്മദ് എന്ന് ഒരിക്കലും പിന്നെ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിക്കാൻ പാടില്ലതല്ല. അങ്ങനെ വിളിച്ചിട്ടില്ല. മറിച്ച് യാ നബിയല്ലാ, യാ റസൂലല്ലാ, യാ അബൽ ഖാസിം എന്നുള്ള വിളിയാണ് ഹദീസിലും വിശുദ്ധ ഖുർആനിലും നമുക്ക് കാണാൻ പറ്റുന്നത്. യാ മുഹമ്മദ് എന്ന് പറയുന്ന വിളി നമ്മെ പഠിപ്പിച്ചിട്ടില്ല. കാരണം എന്താ? അതൊരു അനാദരവായിട്ടാണ്. അപ്പം മുഹമ്മദ് നബിയെ നിങ്ങൾ അഭിസംബോധനം ചെയ്യുമ്പോൾ, നിങ്ങൾ വിളിക്കുമ്പോൾ ആദരവോട് കൂടി വിളിക്കണം എന്ന അർത്ഥവും ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനക്കും കദുആ ഇബാദിക്കും ബഅ്ള എന്നതിൽ ഉദ്ദേശമുണ്ട്. മുഹമ്മദ് നബി നമ്മെ വിളിക്കുക. എന്തിനാ നമ്മെ വിളിക്കണ സഹോദരന്മാരെ? പ്രവാചകൻ്റെ ഹദീസുകൾ മുഴുവൻ നമ്മോടുള്ള അഭിസംബോധനമാണ്. ആ പ്രവാചകൻ്റെ ഹദീസുകൾ നമ്മോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ പ്രവാചകൻ്റെ ഹദീസുകളെ നാം ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന അർത്ഥം അതിൽ പ്രത്യേകം അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ പ്രവാചകൻ്റെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതിനെന്താ തെളിവ്? നമ്മൾ പ്രവാചകൻ്റെ ഹദീസിനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നതിനെന്താ തെളിവ്? വിശുദ്ധ ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. പ്രവാചകൻ്റെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത്. ഒരു സംഭവം ഹദീസിൽ വിശദീകരിക്കേണ്ടത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ആ സന്നിധിയിലുണ്ട്. ആ സമയത്ത് സംസാരത്തിൽ അവരുടെ ശബ്ദം കുറച്ച് ഉയർന്നുപോയി. ഉമർ റളിയല്ലാഹുവിൻ്റെ പ്രകൃതി എന്ന ഒരു ഉച്ചത്തിലുള്ള ശബ്ദമാണല്ലോ, അപ്പോൾ ഉയർന്നുപോയി. ആ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങുന്നതെന്ന് ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഇതിനുശേഷം മഹാനായ ഉമർ വളരെ മൃദുവായിട്ടാണ് പ്രവാചകൻ്റെ സന്നിധിയിൽ സംസാരിക്കാൻ. അപ്പോൾ ആ അദബ് കണ്ടങ്ങൾ, ആ ശബ്ദം ഉയർത്തുന്നിടത്ത് പോലും പ്രവാചകൻ്റെ ശബ്ദത്തേക്കാൾ ഉയർത്താൻ പാടില്ല. അത് അദബ് കേടാണ്. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. പിന്നെ വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബാദിൻ. നിങ്ങൾ പരസ്പരം ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ ഉച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ആയാൽ എന്താ? അൻ തഹ്ബത അഅമാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും. വ അൻതും ലാ തശ്ഉറൂൻ, നിങ്ങളറിയാതെ. പിന്നെ ഇന്നല്ലദീന യഖുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാ, തീർച്ചയായും തങ്ങളുടെ ശബ്ദം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധിയിൽ വെച്ച്, മുന്നിൽ വെച്ച് തങ്ങളുടെ ശബ്ദം താഴ്ത്തുന്നവരാരോ അവർ ഉലായിക്കല്ലദീനം തഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ, അവരാണ് തഖ്വയ്ക്ക് വേണ്ടി അവരുടെ ഹൃദയത്തെ അള്ളാഹു തആല പരീക്ഷിച്ച ആ വിഭാഗം അഥവാ സ്വഹാബത്ത്. അപ്പോൾ പ്രവാചകൻ്റെ സന്നിധിയിൽ വെച്ച് പിന്നെ അപ്പം നബി ഇപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പം നമ്മുടെ മുമ്പിൽ പ്രവാചകൻ എന്താ ഉള്ളത്? പ്രവാചകൻ്റെ സുന്നത്തുണ്ട്, പ്രവാചകൻ്റെ കൽപ്പനകളുണ്ട്, പ്രവാചകൻ്റെ അവാമിറുണ്ട്, പ്രവാചകൻ്റെ നിർദ്ദേശങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അതിൻ്റെ മുമ്പിൽ നാം പിന്നെ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനൊന്നും നാം കയർക്കാനോ അതിനെ നവർമൈൻഡ് ചെയ്യാനോ പാടുള്ളതല്ല എന്നതാണ് ലാ തജ്അലൂ ദുആ അർ-റസൂലി, ലാ തജ്അലൂ ദുആ അർ-റസൂലി എന്ന് പറഞ്ഞിടത്തുള്ള ഒരു ആശയം അതാണ്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, സത്യവിശ്വാസികളായ ആളുകൾ പ്രവാചകനെ ആദരിക്കണം, അളമത്ത് ചെയ്യണം. പ്രവാചകനോട് പെരുമാറുന്നത് മറ്റൊരു സാധാരണ വ്യക്തിയോട് പെരുമാറുന്നത് പോലെ ആവാൻ പാടില്ല. രണ്ടാമത്തൊരു കാര്യം, പ്രവാചകനെ നാം വിളിക്കുമ്പോൾ ആ തനി പേര് മുഹമ്മദ് എന്ന ആ ഒരു പേര് മാത്രം പോരാ, അത് അദബ് കേടാണ്. മറിച്ച് യാ റസൂലല്ലാ, യാ നബി അല്ലാ എന്ന് വിളിക്കണം. അതേപോലെ പ്രവാചകൻ്റെ കൽപ്പനകൾ നാം അത് ഒരു പിന്നെ തഹാവുന്, ഒരു അലംഭാവത്തോടെ, ഒരു നിസാരവൽക്കരണത്തോടെ നാം അതിനെ സ്വീകരിക്കാൻ പാടില്ല. പ്രവാചകനുള്ള സദസ്സിൽ വെച്ച് പ്രവാചകൻ്റെ പിന്നെ എന്ത് പാടില്ല? സമ്മതം കൂടാതെ പുറത്തു പോവാനും പാടില്ല. അങ്ങനെ പോയിരുന്ന ഒരു വിഭാഗമുണ്ട്, അതാണ് കപടവിശ്വാസികൾ. അവരെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖദ് യഅലമുല്ലാഹുല്ലദീന യതസല്ലലൂന മിൻകും ലിവാദ. നിങ്ങൾ പരസ്പരം
മറ പിടിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഒളിഞ്ഞു പോകുന്നവരെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് പിന്നെ അള്ളാഹു താല വിവരിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ സദസ്സിൽ ഇപ്പോൾ ജുമാക്കൊക്കെ കൂടുമ്പോൾ മെല്ലെ പ്രവാചകൻ കാണാതെ ഒരാളെ മറയാക്കിക്കൊണ്ട് കാരണം പ്രവാചകൻ്റെ കുത്തുബയും പ്രസംഗവും അതൊന്നും കേൾക്കാൻ ആ മുനാഫിക്കുകൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവർ മെല്ലെ പോവാറുണ്ട്. മറ്റ് ചില സദസ്സുകളിലും അങ്ങനെ പോവാറുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിറങ്ങിയിട്ടുള്ളത് എന്നതാണ് പിന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ്റെ ആജ്ഞയെ, ഇവിടെ ദുആ എന്ന് പറയുന്നത് ഒരർത്ഥം പ്രവാചകൻ്റെ കൽപ്പനയാണ്, പിന്നെ പ്രവാചകൻ്റെ മാർഗനിർദ്ദേശമാണ്, പിന്നെ പ്രവാചകൻ്റെ വിളിയാണ്. അതേതാവട്ടെ, ആ പ്രവാചകൻ്റെ കൽപ്പനയെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സാധാരണ ഒരാളുടെ കൽപ്പന പോലെ, വിളി പോലെ, പിന്നെ മാർഗനിർദ്ദേശം പോലെ നമ്മൾ കണക്കാക്കാൻ പാടില്ല. ഒരു സാധാരണ മനുഷ്യൻ നമ്മളെ വിളിച്ചാൽ നമ്മൾ ചിലപ്പോൾ അപ്പം മറുപടി പറഞ്ഞില്ല, പിന്നേക്ക് നീട്ടിവെച്ചെന്ന് വരും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വിളിക്കുകയോ പ്രവാചകൻ്റെ കൽപ്പന നമുക്ക് മുമ്പിൽ വരികയോ ചെയ്താൽ ഒരു സംശയമില്ലാതെ നമ്മളത് സ്വീകരിക്കുകയും അതേപോലെ അത് പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരു സ്നേഹിതൻ നമ്മെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ വിളി കേൾക്കും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നിരസിക്കും, കാരണം പല കാരണങ്ങളുണ്ടാവും. എന്നാൽ നമുക്ക് മുമ്പിൽ ഒരു സഹീഹായ ഹദീസ് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു സംശയത്തിനിടവില്ലാത്ത വിധം നമ്മൾ എന്ത് ചെയ്യണം? സമഅന വഅതഅന എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ്റെ ഹദീസിനെ നാം സ്വീകരിക്കണം എന്നതാണ് ലാ തജ്അലു ദുആ റസൂലി എന്ന് പറഞ്ഞിടത്തുള്ള ഒരു അർത്ഥം അതാണ്. അപ്പോൾ സഹോദരന്മാരെ, കേവലം ഒരു അദബ് മാത്രമല്ല ഇത്. പിന്നെ നോക്കൂ നിങ്ങൾ, നമുക്കൊരു ഡോക്ടർ ഒരു മരുന്ന് കുറിച്ച് തരുന്ന എന്തിനാ? നമ്മുടെ രോഗത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനാണ്, അല്ലേ? രോഗത്തിൽ. എന്നാൽ ഈ ഡോക്ടർ നൽകുന്ന, ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ നൽകുന്ന പിന്നെ മരുന്ന് എത്രമാത്രം പ്രാധാന്യമാണ് ആ രോഗിക്ക്, അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് സത്യവിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിൽ, മനുഷ്യകുലത്തിൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് എന്നതാണ്. അതാണ് നമ്മൾ ലാ തജ്അലു എന്ന് പറയുന്ന ആ നഹിയുടെ പിന്നെ സീഹ കൊണ്ട് ആദ്യം തുടങ്ങാനുള്ള കാരണം തന്നെ, അതിലുള്ള സൂത്രം തന്നെ അതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യത്തെയാണ്. ഒരു ഡോക്ടർ പിന്നെ രോഗിക്ക് കൊടുക്കുന്ന മരുന്ന് ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കൽ എത്രമാത്രം പ്രാധാന്യമാണോ അതിനേക്കാൾ പ്രാധാന്യമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹിദായത്ത്, മാർഗനിർദ്ദേശങ്ങൾ, കൽപ്പനകൾ സ്വീകരിക്കൽ എന്നുള്ളതാണ്. അപ്പോൾ ലാ തജ്അലു ദുആ റസൂലി ബൈനക്കും കദുആ ഇബാദുക്കും ബഅദ. ഇനി പറയുന്നത് ഖദ് യഅലമുല്ലാഹു അല്ലദീന യതസല്ലലൂന മിൻകും. അവിടെ തസല്ലുൽ എന്ന പദം പറയുന്നുണ്ട്. തസല്ലുൽ എന്ന് പറയുന്നത് മെല്ലെ ഊരിച്ചാടി പോവുക, ആരും അറിയാതെ ഗോപ്യമായി ഊരിച്ചാടി പോണതിനാണ് തസല്ലുൽ എന്ന്. അറബി ഭാഷയിൽ പിന്നെ മെല്ലെ വാള് മെല്ലെ ഉറയുന്ന മെല്ലെ ഊരണേനും എന്ത് പറയും? സല്ലല എന്ന് പറയാറുണ്ട്. അതേപോലെ വളരെ മൃദുവായിട്ട് ഇങ്ങനെ മെല്ലെ ആരും അറിയാതെ പോണതിനാണ്. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, വാക്കിൻ്റെ അർത്ഥം അതാണെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഒരു രോഗമാണ് അത് എന്നുള്ളതാണ്. ഹൃദയത്തെ ഈ രോഗം ആർക്കുള്ളത്? കപടന്മാരായ ആളുകൾക്കുണ്ടായിരുന്ന ഒരു രോഗമാണ്. കേവലം പ്രവാചകൻ്റെ സദസ്സിൽ നിന്ന് ആ ശരീരം അങ്ങോട്ട് ഒരു ശാരീരികമായി പുറത്തു പോണത് മാത്രമല്ല ഈ തസല്ലുൽ. അർത്ഥം അതാണെങ്കിലും ശാരീരികമായി പുറത്തു പോണത് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം എന്താണ്? പ്രവാചകനോടുള്ള അനുസരണക്കേടും ആ സത്യത്തിൽ നിന്നുള്ള, ആ പ്രവാചകൻ കൊണ്ടുവന്ന ആ സത്യത്തിൽ നിന്നുള്ള ഒരു ഉൾവലിയലാണ്. ഹിദായത്തിൽ നിന്നുള്ള, പ്രവാചകൻ്റെ സുന്നത്തിൽ നിന്നുള്ള ഒരു നല്ല ഉൾവലിയലാണ് അതിലുള്ള ഒരു സൂത്രം. അതേപോലെ തന്നെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ നിന്നുള്ള ഒരു ഒളിഞ്ഞു ഓട്ടം, ഒരു ഒഴിഞ്ഞു മാറലാണ് അതിലുള്ള മറ്റൊരു സൂത്രം. അതേപോലെ സത്യം പുറമെ കാണിക്കും, സത്യത്തിനെ സ്വീകരിക്കാനുള്ള
ആ നിരസിക്കാനുള്ള ആ മനോഭാവമാണ് ഈ തസല്ലുൽ എന്ന് പറയുന്നത്. അപ്പോൾ തസല്ലുൽ എന്ന് പറഞ്ഞാൽ കേവലം ഇങ്ങോട്ട് ആ ശാരീരികമായി നമ്മളെ ബോഡിയും കൊണ്ട് പുറത്തു പോലും മാത്രമല്ല, അതിനേക്കാൾ പ്രാധാന്യം ആ മനുഷ്യൻ്റെ മനസ്സിനെയാണ്, ആ കപടവിശ്വാസിയുടെ മനസ്സിനെയാണ് അവിടെ വിവരിക്കണത് എന്നുള്ളതാണ്. അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്നിട്ടുള്ള വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ശർഈയായ കാര്യം വ്യക്തമായി കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനെ വാക്കിനെ എതിർക്കാൻ പാടുള്ളതല്ല, കൽപ്പനയ്ക്ക് ധിക്കാരം പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. പിന്നെ ആ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ അത് പാലിക്കണം, പകർത്തണം. ഇല്ലെങ്കിൽ ഇല്ലാത്ത അവസ്ഥക്കാണ് ഈ തസല്ലുൽ. ഖദ് യഅലമുല്ലാഹുല്ലദീന യതസല്ലലൂന മിൻകും എന്ന് പറഞ്ഞല്ലോ, ആ ആശയമാണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അങ്ങനെ ഉള്ള ആളുകൾക്ക് എന്താ ജീവിതത്തിൽ വരാൻ പോകുന്നത്? ഏറ്റവും വലിയ ഫിത്ന അല്ലേ? ഫിത്ന ആണ് ആദ്യം പറഞ്ഞത് അല്ലാഹു തആല. അവർക്ക് എന്താ വരാൻ പോണത്? ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി. അവിടെയും കുറേ ശ്രദ്ധിക്കാണ്ട് സഹോദരന്മാരെ. ഫൽയഹ്ദർന, സൂക്ഷിച്ചു കൊള്ളട്ടെ. ഹദറ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഹദർ എന്ന് പറയുന്നത്. ഹദർ എന്ന് പറയുന്നത് നാം നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യത്തിൽ നിന്ന് അകന്ന് നിൽക്കണതിനാണ് ഹദർ. നമുക്കിപ്പം നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, അതിന് ഇങ്ങനെ വിട്ടു നിൽക്കണതിനാണ് ഹദർ എന്ന് പറഞ്ഞാൽ നമ്മളതിന് മലയാളത്തിൽ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറയും. ഫിത്ന ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന, അള്ളാഹുവിൻ്റെ റസൂലിൻ അൻ അംരിഹി എന്നാണല്ലോ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയ്ക്ക് ധിക്കാരം പ്രവർത്തിക്കുന്നത്. അവിടെ വളരെ ശ്രദ്ധിക്കണം. യുഖാലിഫൂന അംറഹു എന്നല്ല അള്ളാഹ് പറഞ്ഞത്, മറിച്ച് അൻ അംരി. എന്തുകൊണ്ടാണ് യുഖാലിഫൂന അംറഹു എന്നോ യുഖാലിഫൂന ലി അംരിഹി എന്നോ പറഞ്ഞാലും അർത്ഥം മലയാളത്തിൽ അത് തന്നെയാണ്. പക്ഷേ എന്തിനാണ് അല്ലാഹു തആല അൻ എന്ന പ്രിപ്പോസിഷൻ അവിടെ കൊണ്ടുവന്നത്? വളരെ ഗഹനമായ അർത്ഥമാണ് അതിനുള്ളത്. ഒന്ന്, ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലും കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള ഈ അൻ എന്ന് പറയുമ്പോൾ ഒരു അകൽച്ചയുണ്ട്, ഒരു വളരെ വിദൂരത്ത് നിൽക്കലുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് അകന്നു പോവുക എന്നുള്ള ആ അർത്ഥം കൂടി അതാണല്ലോ ശരിക്ക് ആ പ്രവാചകൻ്റെ സുന്നത്തിനോട് അടുത്ത് വരാതെ വളരെ വിദൂരമായി നിൽക്കുന്ന അവസ്ഥക്കാണ് മുഖാലഫത്ത് എന്നവിടെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അർത്ഥം കിട്ടേണ്ടത്? അൻ എന്ന പ്രിപ്പോസിഷൻ ചേർക്കുമ്പോൾ ആ ഒരു അർത്ഥം അതിൽ വരുന്നുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വെറുതെ ഒരു പ്രിപ്പോസിഷൻ കൊടുത്തതല്ല അവിടെ എന്നതാണ് അതിൽ പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം യുഖാലിഫൂന അൻ അംരി. പിന്നെ മറ്റൊരർത്ഥം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയ്ക്ക് ധിക്കാരം, അതിനെ അവഗണന മനോഭാവത്തോടെ, ഒരു അലംഭാവത്തോടെ, ഒരു ഇസ്തിക്ബാർ ഉണ്ടല്ലോ, എന്താ പറയുക, അഹങ്കാരത്തോടെ, ജ്ഞാനത്വം എന്ന ഭാവത്തോടെ അങ്ങനെ വിട്ടു നിൽക്കുന്നതിനാണ് യുഖാലിഫൂന അൻ അംരി. എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ അങ്ങനെ വിട്ടു നിൽക്കുന്നതിനല്ല, മറിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് ധിക്കാരത്തോടെ, അവഗണന മനോഭാവത്തോടെ അങ്ങനെ വിട്ടു നിൽക്കുന്നതിനാണ് യുഖാലിഫൂന അൻ അംരി എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രവാചകൻ്റെ സുന്നത്തിനെ ആ രൂപത്തിൽ കാണുന്ന ആളുകൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. എന്താ അവർക്ക് വരുന്നത്? അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന ബാധിക്കുന്നതിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിത്ന എന്ന പദപ്രയോഗമാണ് ആദ്യം പറഞ്ഞത്. പിന്നെയാണ് എന്ത് പറഞ്ഞത്? അദാബുൻ അലീം എന്ന് പറയാം. അപ്പോൾ ഫിത്ന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ദുനിയാവിലെ ശിക്ഷ തന്നെയാണ്. ഏറ്റവും വലിയ ഫിത്ന എന്താ സഹോദരന്മാരെ? ഫിത്ന എന്ന് പറയുന്നത് ശരിക്ക് മനസ്സിന് പിടികൂടുന്ന ഒരു ഇൽത്തിറാബിൻ്റെ അവസ്ഥയാണ്. ഇപ്പം നമ്മളൊക്കെ മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറ്റിയിട്ടാൽ എന്താ ഉണ്ടാവുക? ആ മത്സ്യം ഇങ്ങനെ പടയും അല്ലേ, പടയും. ഇതേപോലെ നമ്മുടെ മനസ്സിനൊരു സ്വസ്ഥതയില്ലാതെ എന്നും അസ്വസ്ഥത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതാണ് ഏറ്റവും വലിയ ഫിത്ന. യഥാർത്ഥ വിശ്വാസിയല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
അവൻ്റെ കൽബ്, അവൻ്റെ ഹൃദയം ഇങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കും. എന്തൊക്കെയോ ഭയപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയുന്നത് ആ ഷിർക്ക് വരാൻ, മനസ്സിലേക്ക് ഷിർക്ക് വരാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത് ഏറ്റവും വലിയ ഫിത്ന എന്ന് പറഞ്ഞാൽ അൽ ഖത്ൽ, കൊലയാണ് എന്ന് പറയുന്നുണ്ട്. മറ്റ് ചില മുഫസ്സിറുകൾ പറയുന്നത്, അതാ റഹ്മഹുള്ളയെ പോലുള്ള ആളുകൾ പറയുന്നത് അൽ ജിൽസാലു വൽ അഹ്വാൽ, ദുനിയാവിൽ തന്നെ ഉണ്ടാകുന്ന പിന്നെ ഭൂമി കുലുക്കം, ഭൂമി പ്രകമ്പനം, ഭയാനകമായ യുദ്ധം പോലുള്ള അവസ്ഥകൾ ഇതുണ്ടാകും എന്നുള്ള. അപ്പോൾ ഫല്യഅ്ദരില്ലദീന യുഖാലിഫൂന അംരി. അപ്പോൾ സഹോദരന്മാരെ, ഈ സന്ദർഭത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാൻ്റെ റസൂലിൻ്റെ സുന്നത്തിന് നമ്മൾ അവഗണിച്ചാൽ, ആ മനോഭാവം നമ്മുടെ മനസ്സിൽ വന്നാൽ ഇത്തരത്തിലുള്ള ഭയാനകമായ യുദ്ധക്കെടുതികൾ പോലുള്ള അവസ്ഥകളെ കൊണ്ട് റബ്ബ് തമ്പുരാൻ നമ്മെ പരീക്ഷിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി റഹ്മത്തുള്ളയുടെ അടുത്തേക്ക് ഒരാൾ വന്നുകൊണ്ട് പിന്നെ ഒരു മസ്അല ചോദിക്കുകയാണ്. എന്താ മസ്അല? ഇമാം മാലിക്, അല്ലയോ ഇമാം മാലിക്, എനിക്ക് ഉംറ ചെയ്യണം. ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്? അപ്പോൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യണമല്ലോ. ഞാൻ എവിടെ മിൻ ഐന അഹ്രിം എന്ന് ചോദിച്ചപ്പം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാൻ്റെ റസൂൽ എവിടെയാണോ മീഖാത്ത് നിശ്ചയിച്ചിട്ടുള്ള ആ മീഖാത്തിൽ നിന്ന് ഉംറ ചെയ്യണം. അപ്പോൾ ഇയാളുടെ ചോദ്യം, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് വഴിയിൽ നിന്ന് കുറച്ച് അപ്പുറത്തു നിന്ന് തന്നെ, പിന്നെ ആ മീഖാത്തിന് മുമ്പ് തന്നെ ഞാനത് ഇഹ്റാം ചെയ്താൽ ശരിയാവില്ലേ? അതിലെന്താ കൂലി കൂടുതൽ കിട്ടുകയല്ലേ ചെയ്യുക? അതുകൊണ്ട് വല്ല. ഇമാം മാലിക് 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു, എന്താ? അള്ളാൻ്റെ റസൂൽ എവിടെയാണോ മീഖാത്ത് നിശ്ചയിച്ചിട്ടുള്ളത് ആ സ്ഥലത്ത് തന്നെ പിന്നെ എന്ത് ചെയ്യണം? ഇഹ്റാം ചെയ്യണം. സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് ഈ ചോദ്യകർത്താവിനോട് ഇമാം മാലിക് ഇത്ര കർശനമായി അള്ളാൻ്റെ റസൂൽ മീഖാത്ത് നിശ്ചയിച്ചിടത്തുനിന്ന് ഇഹ്റാം ചെയ്യണമെന്ന് പറഞ്ഞാൽ? പ്രവാചകൻ്റെ സുന്നത്ത് എന്താണോ അത് അപ്പടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് മീഖാത്ത് വെച്ചിട്ടാണ്. ചിലപ്പം പല കാരണങ്ങളോട് നമുക്ക് അതല്ലാത്ത സ്ഥലത്തു നിന്ന് ഇഹ്റാം ചെയ്യേണ്ടി വന്നു. അത് തെറ്റായിട്ടല്ല, മറിച്ച് പ്രവാചകൻ്റെ സുന്നത്തിനെ, ആ ഹദീസിനെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയാണ്. എന്നിട്ട് അയാൾ ഓതിക്കൊടുത്ത ആയത്ത് എന്താ? ഈ സൂറത്തിലെ ഈ വചനമാണ്. ഫല്യഅ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി. അള്ളാൻ്റെ റസൂലിൻ്റെ കൽപ്പനയ്ക്ക് ധിക്കാരം പ്രവർത്തിക്കുന്നവരാരോ, അവർ അനുസരണക്കേട് പ്രവർത്തിക്കുന്നവരാരോ, അവർ അൻതുസീബഹും ഫിത്ന, ദുനിയാവിൽ വെച്ചിട്ട് തന്നെ അവന് ഫിത്ന, എന്തെങ്കിലും കുഴപ്പം, പരീക്ഷണങ്ങൾ ബാധിക്കും എന്നുള്ള. ഔ അല്ലെങ്കിൽ യുസീബഹും അദാബുൻ അലീം, വേദനാചരകമായ നോവേറിയ ശിക്ഷ, അത് പരലോക ശിക്ഷയാണ് എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്, അള്ളാൻ്റെ റസൂലിൻ്റെ കൽപ്പനയ്ക്ക് ധിക്കാരം പ്രവർത്തിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ ചിലപ്പോൾ ഈ ഒരു മനോഭാവമുള്ളവരാണോ മുസ്ലിങ്ങളിൽ അധികവും എന്ന് നമുക്ക് ചിലപ്പോൾ നമ്മുടെയൊക്കെ പ്രവർത്തനം കാണുമ്പോൾ തന്നെ തോന്നിപ്പോവും. നോക്കി നിങ്ങൾ, നമുക്ക് മുമ്പിൽ ഈ രാജ്യത്തിൻ്റെ അമീറിൻ്റെ, രാജാവിൻ്റെ ഒരു സന്ദേശം, ഒരു ലെറ്റർ നമുക്ക് കിട്ടിയാൽ, എത്ര പ്രാധാന്യത്തോടു കൂടി ഒരു ഉത്തരവ് കിട്ടിയാൽ എത്ര പ്രാധാന്യത്തോടു കൂടിയായിരിക്കും ആ ലെറ്റർ നാം വായിച്ചു നോക്കുന്നത്? അല്ലെങ്കിൽ സാധാരണ ലെറ്ററിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ അമീറിൻ്റെ, ആ രാജാവിൻ്റെ, ആ നാട്ടിലെ രാജാവിൻ്റെ ഭരണാധികാരിയുടെ ലെറ്റർ കൊണ്ടുപോയിടോ? ഇല്ല. അപ്പം തന്നെ കിട്ടിയ ഉടനെ തന്നെ നമ്മൾ വായിക്കൂലേ? അല്ലേ? നമ്മൾ പിന്നെ വായിക്കാൻ പറഞ്ഞിട്ട് അവിടെ വെക്കുമോ? ഇല്ല. എങ്കിൽ സഹോദരന്മാരെ, രാജാക്കന്മാരുടെ രാജാവാണ് പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ദൂതൻ്റെ വാക്ക്, ആ ദൂതൻ്റെ ആജ്ഞകളാണ്, നിർദ്ദേശങ്ങളാണ് പിന്നെ പ്രവാചകൻ്റെ സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മുമ്പിൽ ആ പ്രവാചകൻ്റെ സുന്നത്താകുന്ന ഒരു ഹദീസ് നമുക്ക് കിട്ടിയാൽ അത് നാളെ ആക്കാം എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെടുമോ? ഈ ഒരു മനോഭാവം, ഈ ഒരു മാനസികാവസ്ഥ, ഈ ഒരു സൈക്കോളജിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ലാ തജ്അലൂ ദുആ റസൂലി ബൈനക്കും കദുആഇ ബഅദിക്കും ബഅദ. നിങ്ങൾ പരസ്പരം വിളിക്കുക എന്ന് പറഞ്ഞാൽ വിളിയല്ല, ആ സൈക്കോളജിക്കലായിട്ടുള്ള മനഃശാസ്ത്രപരമായ
നമ്മുടെയൊക്കെ മനോഭാവത്തെയാണ് അള്ളാഹു തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരന്മാർ. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രവാചകൻ്റെ സുന്നത്തിനെ ലാഘവത്തോടു കൂടി കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. പ്രവാചകൻ്റെ ആജ്ഞയെ ഒരു ലാഘവത്തോടു കൂടി ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല. അള്ളാഹു തആല നോക്കി നിങ്ങൾ പറഞ്ഞ പദം, അള്ളാഹു തആല ലാ തജ്അലൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയില്ല. വീണ്ടും ആ ആയത്തിൻ്റെ അവസാനത്തിൽ ലാ തജ്അലൂ എന്ന് പറഞ്ഞ ഒരു നഹിയുടെ സീഹ കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു കൽപ്പനക്രിയ കൊണ്ടുവരാൻ. ഏതാണ്? ഫല്യഹദർ, സൂക്ഷിച്ചു കൊള്ളട്ടെ. അപ്പം ആരാണ് സൂക്ഷിച്ചു കൊള്ളേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയ്ക്ക് ധിക്കാരം പ്രവർത്തിക്കുന്ന ആളുകൾ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് അതും വീണ്ടും അള്ളാഹു ഒരു അമ്ര ഫീലും ഒരു നഹിയുടെ ഫീലും ആ സീഹയും അള്ളാഹു കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആ കാഠിന്യം, അതിൻ്റെ ഗൗരവം എത്രയാണ് എന്ന് അറബി ഭാഷ അറിയുന്നവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ വന്നാൽ നമ്മൾ ഈ ഒരു അലംഭാവം, ഈ ഒരു മാനസികാവസ്ഥ എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ എന്താ അതിൻ്റെ റിസൾട്ട് നമുക്കുണ്ടാവുക? ഫിത്ന ഉണ്ടാവുന്ന. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയം തെറ്റിപ്പോവും. എന്നാ തെറ്റിപ്പോവുക? സത്യത്തിൽ നിന്ന്, യഥാർത്ഥ പാന്താവിൽ നിന്ന് തെറ്റിപ്പോവും എന്നുള്ളതാണ്. അപ്പം ഒരു മനുഷ്യൻ അറിയാതെ അവൻ്റെ ഖൽബ് തെറ്റിപ്പോയാൽ അതാണ് ഏറ്റവും വലിയ ഫിത്ന. ഏതുപോലെ നമ്മളൊക്കെ പലപ്പോഴും അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് ഇങ്ങനെ കാത് കൊടുത്ത് കേൾക്കും. പക്ഷേ ആ സുന്നത്തൊക്കെ ഒരു ലഘുവായിട്ട് ലാഘവത്തോടു കൂടി നമ്മളിങ്ങനെ കാണും. ഇതൊരു ഫിത്നയാണ് അല്ലേ? നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കാതിരിക്കൽ വലിയ പാപമാണ് എന്നൊക്കെ നമുക്കറിയും. പക്ഷേ ആ അനുസരിക്കൽ നമുക്കിങ്ങനെ ഒരു ഭാരമായി വരും. എപ്പോൾ? ഈ ഇതുണ്ടാകുമ്പോൾ. ആലോചിച്ച് നോക്കൂ. അതാണ് ഫിത്ന എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പണ്ടൊക്കെ ദിക്ർ ചെയ്തപ്പോൾ ഇങ്ങനെ കരഞ്ഞിരുന്നു പ്രാർത്ഥിച്ചപ്പോഴൊക്കെ. ഇന്ന് നമുക്ക് കരച്ചിൽ വരുന്നില്ല, നമ്മുടെ ഹൃദയം കഠിനമാണ്. ഇതാണ് ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയുന്നത്. നിസ്കരിക്കുന്ന ആളുകൾ സാവധാനം നിസ്കാരം ഭാരമായി തോന്നുക അല്ലേ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തനുസരിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ആ സുന്നത്ത് മനസ്സിനൊരു ഭാരമായി തോന്നുക. ഇതാണ് സഹോദരന്മാരെ, അദാബിനേക്കാൾ വലിയതാണ് ഈ ഫിത്ന എന്ന് പറയുന്നത് അല്ലേ? ആലോചിച്ച് നോക്കുങ്ങൾ. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരാൾ ഇടത്തെ കൈ കൊണ്ട് തിന്നു. അപ്പം നബി പറഞ്ഞു, ഇടത്തെ കൈ ലാ തഅ്കുലു ബിശ്ശിമാൽ, ഇടത് കൈ കൊണ്ട് തിന്നരുത് മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അഹങ്കാരത്തോടു കൂടി അയാൾ പറഞ്ഞു, എനിക്ക് സാധിക്കില്ല, ലാസ്റ്റത്തി എനിക്കങ്ങനെ തിന്നാനൊന്നും സാധിക്കില്ല. അപ്പം നബി പറഞ്ഞു, എനിക്ക് ഇനി സാധിക്കില്ല എന്ന് പറഞ്ഞു. ലസ്തത്താത്ത, ഇനി എനിക്കൊരിക്കലും സാധിക്കൂല. ആ മനുഷ്യൻ്റെ കയ്യ് അയാളുടെ വായയിലേക്ക് ഉയർത്താൻ അയാൾക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ വിഷയം? അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആ കൽപ്പനയെ, ആ വാക്കിനെ, ആ ആജ്ഞയെ അഹങ്കാരത്തോടു കൂടി സ്വീകരിച്ചതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടായത്. അല്ല വെറും നമ്മളറിയാതെ എന്തെങ്കിലും ഒരു അനുസരണക്കേട് എന്തെങ്കിലും ഒന്ന് നമ്മളെത്തുന്നു വരുന്നല്ല. ആ അഹങ്കാരത്തോടു കൂടി, ആ ലാഘവത്തോടു കൂടി പ്രവാചകൻ്റെ കൽപ്പനയെ കാണുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ആ പുച്ഛ മനോഭാവമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഹൃദയം എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ്. മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ്. പ്രവാചകൻ്റെ സുന്നത്ത് എന്ന് പറയുന്നത് ആ കണ്ണാടിയിലെ പ്രകാശമാണ്. ഇവിടെ ഇപ്പോൾ ഒരു കണ്ണാടി നിങ്ങൾ തൂക്കിയിട്ടിട്ട് കാര്യമല്ല, ഇവിടെ ലൈറ്റ് വേണം. എന്നാലേ നമ്മുടെ എന്ത് കാണാൻ പറ്റുള്ളൂ? നമ്മുടെ പ്രതിബിംബം, നമ്മുടെ മുഖവും നമ്മുടെ ശരീരമൊക്കെ ആ കണ്ണാടിയിൽ കാണാൻ പറ്റുള്ളൂ. ലൈറ്റ് ഇല്ലെങ്കിൽ കാണൂല. ഇതേപോലെ മനുഷ്യൻ്റെ ഹൃദയത്തിന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താകുന്ന പ്രകാശമുണ്ടാകുമ്പോഴേ അതെന്താവുള്ളൂ? അത് യഥാർത്ഥത്തിൽ ചലിക്കുള്ളൂ. അല്ലെങ്കിൽ അത് ആ ഹൃദയം ഇരുണ്ടു പോവും, കറുത്തിരുണ്ടു പോവും, ഇരുട്ടാവും. ഒരിക്കലും അതിലേക്ക് എന്ത് ചെയ്യില്ല? ആ ഹിദായത്തിൻ്റെ വെളിച്ചം അങ്ങോട്ട് കടക്കില്ല. അപ്പോൾ അതുകൊണ്ട് പ്രവാചകൻ്റെ സുന്നത്തിന് നാം ഇന്നിപ്പോൾ കാലികമായി പ്രവാചകൻ്റെ സുന്നത്തിന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിനുള്ള ഉദാഹരണങ്ങൾ എന്താ? ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പം ബാങ്ക് കേൾക്കും, അല്ലാഹു അക്ബർ ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ബാങ്ക് കേൾക്കും. പക്ഷേ ആ ബാങ്കൊക്കെ എങ്ങനെ കേൾക്കും? ആ ചെവിടിലൂടെ അങ്ങനെ കേട്ടുപോണ്ട്, ഇതിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ നിസ്കാരത്തിന് പോവില്ല.
ഇത് ലാ തജ്അലു ദുആ റസൂലി ബാദുക്കും ദുആ റസൂലി ബൈനക്കും കദുആ ബാദുക്കും ബാല എന്ന ആശയത്തിൽപ്പെടും. അതേപോലെ തന്നെ പ്രവാചകൻ്റെ സുന്നത്തിനെ അറിയും, പക്ഷെ അതിനൊരു പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ പ്രവാചകൻ്റെ സുന്നത്തുണ്ട്, പിന്നെ നാട്ടാചാരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പ്രവാചകൻ്റെ സുന്നത്തിനേക്കാൾ നാട്ടാചാരത്തിന് പ്രാധാന്യം നൽകും. മാത്രമല്ല ഈ സുന്നത്തുമൊക്കെ ആയിട്ട് നടക്കുന്ന പിന്നെ മുൽത്തസീമീങ്ങളായ അത് പാലിച്ച് നടക്കുന്ന ആളുകളെ പിന്നെ നമ്മൾ പരിഹസിക്കും. കണ്ടില്ലേ ഓൻ്റെ ഓൻ്റെ താടി, ഓൻ്റെ ഡ്രസ്സ്, ഇങ്ങനെ പരിഹസിക്കുകയും ചെയ്യും. ഇതൊക്കെ യഥാർത്ഥത്തിൽ ലാ തജ്അലു എന്ന് പറയുന്ന ഈ ആയത്തിൻ്റെ ഇതിൽ പെടും എന്നതാണ് മുഫസ്സിറുകൾ പറയുന്നത്. സഹോദരന്മാർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു യുവാവ്, നിങ്ങൾ ഒരു പിന്നെ നമസ്കാരം കൃത്യമായി പാലിക്കണ ഒരു യുവാവ്, പിന്നെ കാണാം അയാൾ സുന്നത്ത് നിസ്കാരം ഇങ്ങനെ ഒഴിവാക്കും. പിന്നെ ആ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം പിന്നെ നിസ്കരിച്ചുന്ന ഫർള് നിസ്കാരം അവസാനം നിസ്കാരം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്തിപ്പം ആ സുന്നത്ത് ഒഴിവാക്കി എന്നുള്ള ആ ചെറിയ അവഗണനയാണ് അവസാനം വന്നപ്പോൾ അയാൾ ആ ഫർദ് ഒഴിവാക്കി നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണം. അപ്പോൾ ലാ തജ്അലു എന്ന് പറഞ്ഞിടത്ത് ഈ ആശയം നമ്മൾ മനസ്സിലാക്കണം. ഇനി എങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയെ നമുക്ക് മഹത്വപ്പെടുത്താൻ പറ്റുക? ഒന്ന്, പൂർണ്ണമായി അത് നാം സ്വീകരിക്കുക. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്താണോ അത് സമഇന വ അതഇന എന്ന് പറഞ്ഞുകൊണ്ട് നാം സ്വീകരിക്കുക. പിന്നെ അതേപോലെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന ആ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല, അവിടെ സമീന എന്നുള്ള. രണ്ടാമത്തത്, അത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക്, നമ്മുടെ ഹവക്ക്, ഇച്ഛയ്ക്ക് എതിരാണെങ്കിലും അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തിന് മുൻതൂക്കം നൽകുക. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടത്തിനെതിരാവും, നമ്മുടെ റഗ്ബാത്തുകൾക്ക് എതിരാവാം. അതേപോലെ ജീവിതത്തിൽ അള്ളാഹിൻ്റെ റസൂലിനെ നാം നടപ്പിലാക്കുക, പകർത്തി കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമസ്കാരത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഇടപാടുകളിലും എങ്ങനെയാണോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചതെന്ന് അത് നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ബഹുമാനിക്കുന്നവരാവും, ആദരിക്കുന്നവരാവും. ലാ തജ്അലു എന്ന് പറഞ്ഞ ആ ദുആ റസൂലി ബൈനക്കും ദുആ ഇബാദിക്കും എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ എന്തുണ്ടാവില്ല, നമ്മൾ ഉൾപ്പെടില്ല. ആ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുകയില്ല എന്നുള്ളത്. സഹോദരന്മാരെ, ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ്റെ സുന്നത്ത് എന്ന് പറയുന്നത് പിന്നെ തിരമാലകൾ അടിച്ചു വീശുന്ന, കൊടുങ്കാറ്റടിച്ച് വീശുന്ന ഒരു കപ്പലിനെ നിങ്ങൾ ഇങ്ങനെ ഭാവനയെ കണ്ടുവെക്കും. ആ കപ്പലിനൊരു ക്യാപ്റ്റൻ ഉണ്ടാവും. ആ ക്യാപ്റ്റനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ക്യാപ്റ്റനാണ് കപ്പൽ എങ്ങനെ കൊണ്ടുപോകണം എന്ന് അറിയുന്നത് ആർക്കാ? ആ കപ്പിത്താനാണ്. പിന്നെ അതിന്ന് ഒരാൾ പറയാ, ഞാൻ നിങ്ങളെ വഴിയിലൊന്നും ഞാനല്ല, ഞാൻ ഇതിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആ കപ്പൽ മുഴുക്കെ എന്താ ഉണ്ടാവുക? അയാൾ മുങ്ങി നശിക്കും. ഇതേപോലെയാണ് സഹോദരന്മാർ, പ്രവാചകൻ്റെ സുന്നത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വെച്ചിട്ട് നമ്മൾ മുങ്ങി നശിക്കാൻ, നമ്മുടെ നാശത്തിന് അത് കാരണം. മയ്യുത്ത റസൂല ഫഖദ് അതാ അള്ളാഹ്. അള്ളാഹ് പറഞ്ഞത് എന്താ? അള്ളാഹിൻ്റെ റസൂലിനെ ആരനുസരിക്കുന്നുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു എന്നുള്ളത്. വമാ ആതാക്കും റസൂല് ഫഹുദു. അള്ളാഹിൻ്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാക്കും അൻഹു ഫൻതഹു. അള്ളാഹുവിൻ്റെ റസൂല് അരുതേ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വെടിയണം എന്നുള്ളതാണ് ഇത് നമ്മെ പഠിപ്പിക്കണം. അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് അത് സ്വീകരിക്കുക, അതൊരു പിന്നെ അവഗണന മനോഭാവത്തോടു കൂടി നമ്മൾ കാണാൻ പാടില്ല. അതേപോലെ നബി സല്ലല്ലാഹു ഇതിൽ നിന്ന് മറ്റൊരു പാഠം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം ഒരു മനുഷ്യനല്ല, പിന്നെ സാധാരണ മനുഷ്യനല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അതുല്യമാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തോട് പെരുമാറുന്നത് പോലും, പ്രവാചകനോട് പെരുമാറുന്നത് പോലും ഒരു ഇബാദത്തിൻ്റെ ഭാഗമാണ്. ദുആ എന്ന് പറയുന്നത് വെറും ഒരു വിളിയല്ല, അത് ഒരു ആദരവിൻ്റെയും അനുസരണത്തിൻ്റെയും ഭാഗമാണ്. സ്വഹാബത്തൊക്കെ ആ രൂപത്തിലാണ് പെരുമാറിയിട്ടുള്ളത് എന്നതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന പാഠങ്ങൾ. ഇത് നമ്മളിലില്ലെങ്കിൽ നമ്മൾ കപടവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരാണ് എന്നുള്ളതിനുള്ള തെളിവാണ്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിൽ, ഈ സമുദായത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സമയം കരഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്, അല്ലേ?
ഈ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ പ്രവാചകൻ എത്ര ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പ്രവാചകൻ്റെ സുന്നത്ത് നാം സ്വീകരിക്കുന്നിടത്ത് ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവാറുണ്ടോ സഹോദരന്മാരെ? ഇമാം മുസ്ലിം പറയുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വദിത്തു അന്നി റഅയ്തു ഇഖ്വാനി, ഞാൻ എൻ്റെ സഹോദരന്മാരെ, എൻ്റെ ഇഖ്വാനിങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നൊരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, കാലു അവലസ്ന ഇഖ്വാനക്, നബിയെ ഞങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരല്ലേ യാ റസൂലല്ലാഹ്? ഖാല അൻതും അസ്ഹാബി, നിങ്ങളെൻ്റെ സ്വഹാബിമാരാണ് എന്ന് സ്വഹാബത്തിനോട് നബി പറഞ്ഞു. വ ഇഖ്വാനി അല്ലദീന ആമനു ബി വലം യറൗനി, എൻ്റെ ഇഖ്വാൻ എന്ന് പറയുന്നത് എന്നിൽ വിശ്വസിച്ചവരാണ്, അവർ എന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അതിൽ കൂട്ടത്തിൽപ്പെട്ട നഹ്നു. അപ്പോൾ ആ ഇഖ്വാനിങ്ങൾക്ക് വേണ്ടി, അവരുടെ കാര്യത്തിനു വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉമ്മത്തി ഉമ്മത്തി എന്നൊക്കെ പ്രവാചകൻ വിളിച്ച് പറഞ്ഞിട്ട് ആ പ്രവാചകൻ്റെ സുന്നത്ത് നമ്മൾ എന്നിട്ട് നമുക്ക് വേണ്ടി കരഞ്ഞ ആ പ്രവാചകൻ്റെ, നമുക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രവാചകൻ്റെ ആ സുന്നത്ത് നാം വെടിയുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു അവഗണന നമ്മളിലുണ്ടോ? അപ്പോൾ സഹോദരന്മാർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു രാജാവ് നമ്മെ വിളിക്കുമ്പോൾ നാം എത്രമാത്രം ഭക്തിയോടും ഭയത്തോടും ആദരവോടും കൂടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നാം ഹാജരാകുന്നുവോ, ആ വിളി കേൾക്കുന്നുവോ, അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് രാജാതിരാജാവായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിളിക്കുത്തരം നൽകുക എന്നതാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. അപ്പോൾ സഹോദരന്മാരെ, ലാ തജ്അലു ദുആ റസൂലി ബൈനക്കും, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആഇനെ വിളിയെ നിങ്ങളാക്കരുത്. ദുആ ഇബാദക്കും ബാല, നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ പെരുമാറുന്നത് പോലെ. പല അർത്ഥവും നമ്മളവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഖദ് യഅലമുല്ലാഹുല്ലദീന തസല്ലലൂന മിൻകും ലിവാദ, നിങ്ങളിൽ നിന്ന് പരസ്പരം മറപിടിച്ചുകൊണ്ട് ഊരിച്ചാടുന്ന ആളുകളെ അള്ളാഹു അറിയുന്നുണ്ട്. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയ്ക്ക് ധിക്കാരം പ്രവർത്തിക്കുന്നവർ, അനുസരണക്കേട് പ്രവർത്തിക്കുന്നവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന ബാധിക്കുന്നതിനെ, ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടുന്നതിന് അത് മതി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.